എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് സ്വീറ്റ് ടോസ്റ്റ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ ബ്രെഡ്, മുട്ട, കടലമാവ്, പഞ്ചസാര, വാനില എസൻസ്, കുക്കിംഗ് ഓയിൽ, തേൻ. ആദ്യം തന്നെ 3 മുട്ട എടുക്കുക. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായി അടിച്ച് പതപ്പിക്കുക. അതിലേക്ക് 4-5 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളിൻ്റെ 10ൽ 1 ഭാഗം മാത്രം ചേർക്കാവൂ, കൂടുതലായി പോകാൻ പാടില്ല. ഇത് ചേർക്കുന്നത് ഇതിൻ്റെ മധുരത്തിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 3 ടീസ്പൂൺ ശുദ്ധമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നിറയെ കടലമാവ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കാഴ്ചയ്ക്ക് കുറച്ച് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചെറുതായി ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലെ ഓയിൽ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓരോ പീസ് ബ്രെഡ് എടുത്ത് മുട്ടക്കൂട്ടിലേക്ക് 2 സൈഡും ഒരുപോലെ സ്പ്രെഡാവുന്ന വിധത്തിൽ മുക്കിയ ശേഷം ചൂടായ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് വയ്ക്കുക. ഏകദേശം 1 മിനിറ്റ് സമയം ഇങ്ങനെ കുക്ക് ചെയ്യാം. ബ്രെഡ് പീസസ് ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ സ്പാറ്റില കൊണ്ട് ഒന്ന് അടർത്തി മാറ്റാവുന്നതാണ്. അതിനുശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ കുക്ക് ചെയ്യും. എല്ലാ ബ്രെഡ് പീസുകളും മറിച്ചിട്ട ശേഷം 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. മറുവശം ഒന്ന് നന്നായി മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ പാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് എല്ലാ വശത്തേക്കും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു പഞ്ചസാര പൊടിച്ചത് വിതറി കൊടുക്കാം.
അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. തേൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ രുചി ഇരട്ടിയാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ ബ്രെഡ് സ്വീറ്റ് ടോസ്റ്റ് തയ്യാർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ.